നോക്കുന്ന കണ്ണുകൊണ്ടുപോലും രോഗികളെ തിരിഞ്ഞു നോക്കുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട ഒരാൾ കൂടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. കൊല്ലം പന്മന സ്വദേശി വേണുവാണ് ആ ഹതഭാഗ്യൻ. ഈ അവസ്ഥ മുൻകൂട്ടി കണ്ടിട്ടാവണം അദ്ദേഹം അവസാനമായി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിലെ വാക്കുകളാണ് ആദ്യം പറഞ്ഞത്. കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം തകർച്ചയുടെ വക്കിലാണെന്നതിന് ഇതിനേക്കാൾ വിലയേറിയ തെളിവ് വേണ്ട. ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് സമീപകാല സംഭവങ്ങൾ വിളിച്ചോതുന്നത്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണ പൗരന്റെ ജീവന് ഭരണകൂടം എന്ത് വിലയാണ് കൽപ്പിക്കുന്നത് എന്ന ഗുരുതരമായ ചോദ്യമാണ് ഇതിലൂടെ ഉയരുന്നത്. ക്യാപ്റ്റനും വീണാമന്ത്രിയും കൂടി അത്യാസന്ന നിലയിലാക്കിയ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് നിരന്തരമായി പരാതികളും പരിദേവനങ്ങളും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വേണുവിന്റെ ദുരന്തത്തിന് കാരണമായ സിസ്റ്റം തകർച്ചയുടെ അടിസ്ഥാന പ്രശ്നം കുറച്ചു കാലം മുമ്പ് തുറന്നു കാട്ടിയത് അതേ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കലാണ്. സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്ന ഡോക്ടർമാരുടെ നിസ്സഹായത, പണം കിട്ടാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പോലും വിതരണക്കാർ തിരിച്ചെടുത്തു കൊണ്ടുപോകുന്നതും നമ്പർ 1 ആരോഗ്യ കേരളത്തിലായിരുന്നു. ഫണ്ട് അനുവദിക്കുന്നതിലും ഉപകരണങ്ങൾ വാങ്ങുന്നതിലുമുള്ള ഭരണപരമായ മെല്ലെപ്പോക്കിന്റെയും സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെയും വ്യക്തമായ തെളിവുകളാണിത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് വീട്ടമ്മയായ ബിന്ദു മരണപ്പെട്ട സംഭവവും നമ്മൾ മറന്നിട്ടില്ല. ഒരു വശത്ത് ഉപകരണങ്ങളുടെ ക്ഷാമമെങ്കിൽ മറുവശത്ത് ജീവന് ഭീഷണിയാകുന്ന ജീർണിച്ച കെട്ടിടങ്ങൾ സാധാരണക്കാർക്ക് ദുരിതമാവുന്നു. ആരോഗ്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ ഭരണകൂടം കാണിക്കുന്ന അനാസ്ഥ വ്യക്തമാക്കുന്നതായിരുന്നു ബിന്ദുവിന്റെ മരണം. രോഗികളോടുള്ള നിഷേധാത്മകമായ സമീപനവും ഇതിനൊപ്പം ചേരുമ്പോൾ ഇത് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള തകർച്ചയായി മാറുന്നു. സാധാരണക്കാരന്റെ ജീവന് വില കൽപ്പിക്കാത്ത ഈ കെടുകാര്യസ്ഥത ചോദ്യം ചെയ്യപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ്. അതിനാലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത്. അത് എത്രയും പെട്ടെന്നുണ്ടാകണം. കുറച്ചുകൂടി അവബോധമുള്ള ആരെങ്കിലുമാണ് അവിടെ പിടിച്ചിരുത്തേണ്ടത്.